ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജനാണ്. ഈ വീഡിയോ ഫെയിൽഡ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. ഏകദേശം എല്ലാ പ്രൊസീജിയേഴ്സും പോലെ തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിലും ഏകദേശം 5 മുതൽ 15% വരെ ഫെയിലിയർ ചാൻസസ് ഉണ്ട്. ഇതിന്റെ കാരണങ്ങൾ എന്താണെന്നും ഇത് എന്ത് ചെയ്യാനാവുമെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യത്തേത്, ഓരോരുത്തരുടെ റൂട്ട് കനാൽസും വ്യത്യസ്തമാണ് എന്നാണ്. ചിലവർക്ക് 6 വിരലുകളുള്ള പോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു റൂട്ട് കനാൽ ഉണ്ടാവാം. വളഞ്ഞു തിരിഞ്ഞിട്ടുള്ള വേരുകളായിരിക്കും ചില സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ ഓരോ റൂട്ട് കനാലിനും സെപ്പറേറ്റ് ആയിട്ട് അക്സസറി കനാൽ അല്ലെങ്കിൽ എക്സ്ട്രാ കനാൽസ്, അതിൽ നിന്ന് ബ്രാഞ്ച് പോലെയും ഉണ്ടാവാം. ഇതിൽ ഏതെങ്കിലും ഒരു കനാല് ഡോക്ടർ അറിയാണ്ട് മിസ്സായി പോയെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ വേദനയും ബുദ്ധിമുട്ടും പിന്നീട് ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾ കേടുള്ള പല്ല് ഒരുപാട് നാള് അടയ്ക്കാണ്ട് വിട്ടു, അങ്ങനെ നിങ്ങൾ കടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് അതിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിള്ളലിൽ കൂടെ നിങ്ങളുടെ ബാക്ടീരിയാസ് കയറി വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലുള്ള ചെറിയ ക്രാക്സ് ഒന്നും സാധാരണ ഒരു എക്സ്റേയിൽ കാണാനാവുന്നതായിരിക്കില്ല. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പല്ലിന്റെ ഇടഭാഗങ്ങൾ വൃത്തിയാക്കാനും വിട്ടുപോകരുത്. ഇടയ്ക്ക് ഡോക്ടറിനെ കണ്ടും ചെക്കപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പല്ലിന്റെ കേട് റൂട്ട് കനാൽ കാരണം മാറിയാലും നിങ്ങൾ പല്ലുകളിൽ നിന്ന് ശരിയായ രീതിയിൽ വൃത്തിയാക്കിയില്ലെങ്കിൽ മോണപ്രശ്നം കാരണം മോണപ്പഴുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ഫെയിൽ ആയിട്ടുള്ള റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് വീണ്ടും റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് ചില സാഹചര്യങ്ങളിൽ രക്ഷിക്കാനാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇൻഫെക്ഷൻ ഒരുപാട് കൂടുതലായി അടിയിൽ ഒരു നീർക്കെട്ട് പോലെയൊക്കെ ഉണ്ടെങ്കിൽ, ചില സാഹചര്യങ്ങളിൽ അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം കട്ട് ചെയ്ത് കളയേണ്ട സാഹചര്യവും ഉണ്ടാവും. ഇതെല്ലാവർക്കും വേണ്ടി വരുന്നതല്ല. ഇതിനെയാണ് അപ്പിക്യോക്ടമി എന്ന് പറയുന്നത്. ഇനി വേറെ ചില ആളുകൾ റൂട്ട് കനാൽ കഴിഞ്ഞ് ക്യാപ്പ് ഇടാതെ പോകുന്നവരുണ്ട്. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പല്ലിന് ബലം കുറഞ്ഞ് ആ റൂട്ട് കനാൽ ചെയ്തതിന് ഒരു അർത്ഥമില്ലാതാവുന്നതാണ്. പല്ല് പൊട്ടിപ്പോവാനും റൂട്ട് കനാൽ ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ എന്ത് തന്നെ വിപ്പ് പല്ല് വെച്ചാലും നമ്മുടെ സ്വന്തം പല്ല് പോലെ ഒന്നും തന്നെ ആവില്ല. അതുകൊണ്ട് മാക്സിമം എല്ലാ കൂട്ടുകാരും റൂട്ട് കനാൽ ചെയ്ത് പല്ലുകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. താങ്ക് യു ഫോർ വാച്ചിങ്.